കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കയ്യാങ്കളി പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് സംഘർഷത്തിലെത്തിയത്. UDF അംഗങ്ങൾ തടഞ്ഞുവെച്ചെന്നാരോപിച്ച് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. പദ്ധതി നിർവഹണത്തിന്റെ കാര്യത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 10ാം സ്ഥാനത്തേക്ക് പോയത് രാഷ്ട്രീയ താൽപര്യത്തെ തുടർന്നെന്ന UDF ആരോപണമാണ് വാക്പോരിന് തുടക്കമിട്ടത്. കക്കോടിയിലെ ഖാദി സൊസൈറ്റിക്ക് ചട്ടങ്ങൾ മറികടന്നാണ് 75 ലക്ഷം രൂപ അനുവദിച്ചതെന്നും UDF ആരോപണം. ഇത് വലിയ ബഹളത്തിന് കാരണമായി. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഫണ്ട് നീക്കിവെച്ച നടപടിയെ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്, കറന്റ് സ്റ്റാറ്റസ് റിപ്പോർട്ട് നൽകണമെന്ന് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടപ്പോൾ സെക്രട്ടറിയോടും ജില്ലാ വ്യവസായ ഓഫീസറെയും സംസാരിക്കാൻ അനുവദിക്കാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ തോന്നിയതുപോലെ ചെയ്യുമെന്നും നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോകാനുമാണ് ധിക്കാരപരമായ മറുപടി പറഞ്ഞു. സ്വാഭാവികമായും അവിടെ പ്രതിഷേധമുണ്ടായി. ഇതിനിടെ അജണ്ടകൾ പാസാക്കിയെന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഇതെങ്ങനെയെന്ന ചോദ്യവുമായി UDF അംഗങ്ങൾ സെക്രട്ടറിയെ തടഞ്ഞു. എന്നാൽ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഭരണസമിതി യോഗത്തിലുണ്ടായതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. പല പദ്ധതികളും നമ്മൾ മാർഗരേഖ പ്രകാരമല്ലാത്ത നൂതന പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നൂതന പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് അത് CCയുടെ അനുവാദം വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതേ ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി ഭരണസമിതി എങ്ങനെ അലങ്കോലപ്പെടുത്താം എന്നുള്ള ഒരു ധാരണയോടെയാണ് ഇന്ന് UDF മെമ്പർമാർ ഭരണസമിതിയിൽ എത്തിയിട്ടുള്ളത്. UDF അംഗങ്ങൾക്കെതിരെ പരാതിയുമായി സെക്രട്ടറി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്.